ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. നമ്മൾ ഇന്ന് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നാട്ടുമാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാമ്പഴം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അത് വേവുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതുപോലെ ഒരു പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് വേവിക്കാനായി അടച്ചു വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരകിയതും ഒരല്പം ജീരകവും 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനൊരു തിള വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ച് വേണമെങ്കിൽ ഉപ്പ് കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധിക സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. മാമ്പഴം വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം പഞ്ചസാരയോ ഒരു ചെറിയ കഷ്ണം ശർക്കരയോ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ട് തന്നെ ഞാനത് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അത് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.